അസോസിയേറ്റ് ചെയ്ത് ഒരു ചാർജിന് ചുറ്റും എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ച്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ പഠിച്ചു. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമാണ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. നമുക്ക് വരച്ച് കാണിച്ചു തരാം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നമ്മളിപ്പോൾ വരച്ചത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഒരു സർഫസിന് നോർമൽ ആയിട്ട് പാസ് ചെയ്തു പോകുന്നു. ഇതിന്റെ ഈ നമ്പറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് വരച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. ഇതൊരു സർഫസ്, എന്തെങ്കിലും ഒരു സർഫസ് ആയിക്കോട്ടെ, ഈ സർഫസിന് നോർമൽ ആയിട്ട് ഇത് പാസ് ചെയ്ത് പോകുന്നു. ഇതിന്റെ ഈ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സ്. ഡെഫിനിഷൻ എഴുതിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ഫിഗർ മനസ്സിൽ ഓർമ്മ ഉണ്ടാവും. എന്നാൽ നമുക്ക് എഴുതാൻ പറ്റും, കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു സർഫസിൽ കൂടി നോർമലി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിന്റെ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുക. അതുകൊണ്ടാണ് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ പറയും. ഓക്കെ, എഴുതിക്കോ. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. എഴുതുമ്പോൾ ഓർക്കാൻ വേണ്ടിയല്ല, അത് ഞാൻ നോട്ടിൽ തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസിംഗ് നോർമലി ത്രൂ എ സർഫസ്. പാസിംഗ് നോർമലി ത്രൂ എ സർഫസ് ഇസ് കോൾഡ് ഇലക്ട്രിക് ഫ്ലക്സ്. ഇതൊന്ന് വരച്ചു വെച്ചേക്കേ. ത്രൂ എ സർഫസ്, ഒരു സർഫസിൽ കൂടി കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. ഈ സർഫസിന് നോർമൽ ആയിട്ട് കുറച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഇപ്പൊ ഇതന്നെ നമ്മുടെ സർഫസ്. സർഫസിന് നോർമലി അല്ലേ പോകുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ നിൽക്കുന്നത്? സർഫസ് ആണെങ്കിൽ ഇങ്ങനെ നോർമലി അല്ലേ നിൽക്കുന്നത്? അതാ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫൈ വെച്ച് റെപ്രസെന്റ് ചെയ്ത് എന്താന്ന് കേട്ടിട്ടുണ്ടായിരുന്നു? ഫൈ അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ഫൈ വെച്ചാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡെഫിനിഷൻ കിട്ടിയിട്ടുണ്ടല്ലോ, ഡെഫിനിഷൻ കിട്ടി, സിമ്പിൾ എന്താണെന്ന് കിട്ടി. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇതാണ് ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇ എന്താ? ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പോണന്റ് ഓഫ് ഏരിയ. ഇതിന്റെ ഈ സർഫസ് ഏരിയയുടെ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റിനെയാണ് നമ്മൾ ഈ ഡി എസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഏരിയയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. So phi equal to E dot ds. It is a dot product of electric field and component of surface area perpendicular to the surface. Surface area യുടെ component ആണ് നമ്മൾ ds വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. E എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ്. കിട്ടിയ ഡെഫിനിഷൻ കിട്ടി, ഇക്വേഷൻ കിട്ടി. ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റുമോ? ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല, ഇത് പഠിച്ചു വെച്ചാൽ മതി. ഭയങ്കരമായിട്ട് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് തന്നെ ജസ്റ്റ് എഴുതാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ ഫിഗർ ഒന്ന് ജസ്റ്റ് ഓർക്കുക. ഈ ഫിഗർ ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഇക്വേഷൻ പറയാൻ പറ്റും. ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഫൈ വെച്ചാണ്. പിന്നെ ഈ ഫിഗറിൽ ആശുപ മാത്രമേ എഴുതും. ഫീൽഡ് ലൈൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ലൈൻസ് ഇ. പിന്നെ എന്താ ഒന്നും പറയണ്ട, വേറെ ഒരു സാധനം നമ്മൾ പ്രത്യേകമായിട്ടുള്ളത് ഒരു സർഫസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ സർഫസിന്റെ ഏരിയ ഡി എസ്. അതാണ് ഇക്വേഷൻ പറയുന്നത്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഡെഫിനിഷനും എഴുതാൻ പറ്റും, ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇനി നമുക്കിപ്പോൾ എ ഡോട്ട് ബി ആണെങ്കിൽ നമ്മളിങ്ങനെ എ ബി കോസ് തീറ്റ എന്ന് എഴുതൂലേ? അതുപോലെ തന്നെ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസിനെ നമുക്ക് ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. അതൊന്ന് ബോക്സ് ചെയ്തിട്ടോ. ഫൈ ഈക്വൽ ടു ഇ ഡി എസ് കോസ് തീറ്റ. അപ്പോൾ ഡി എസ് വേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇ ഡോട്ട് ഡി എസിന് വരെ ശ്രദ്ധിച്ചേ, ഇ ഡോട്ട് ഡി എസിന് പകരം ഇ ഡോട്ട് എസ് എന്നായാലും കറക്റ്റ് തന്നെയാണ്. ഈ ഒരു സർഫസിന്റെ ഏരിയയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഡി എസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ചെറിയ പോർഷൻ ഓഫ് ഏരിയ. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഒരു ഈ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈ വലിയ സർഫസ് അല്ലാതെ ഇതിന്റെ ഉള്ളിലുള്ള ഒരു ചെറിയ സർഫസിൽ കൂടി നോർമൽ ആയിട്ടാണ് പോകുന്നതെങ്കിലാണ് നമ്മൾ ഡി എസ് എന്ന് പറഞ്ഞ് എഴുതുന്നത്. അല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ
സർഫസിന്റെ ഏരിയ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ds-ന്റെ കൂടെ ഇന്റഗ്രൽ വരും, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ s എന്ന് തന്നെ എഴുതിയാൽ മതി, s എന്ന് തന്നെ എഴുതിയാൽ മതി. ds ഞാൻ പഠിപ്പിച്ചത് അതും കൂടെ അതിൽ പറഞ്ഞു വരുമ്പോഴത്തേക്ക് വരുന്ന phi equal to e dot s എന്ന് തന്നെ എഴുതിയാൽ മതി. phi equal to e dot s, ഈ ഇലക്ട്രിക് ഫീൽഡ് s ഏരിയ. ഇനി നമുക്ക് ആ ds-ന്റെ കാര്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മളൊരു വലിയ സർഫസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്തത്. വലിയൊരു സർഫസിലെ കൂടി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് നോർമൽ ആയിട്ട് പോവാണ്. ഇനി നമ്മളൊരു ചെറിയ സർഫസ് ഇവിടെ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കും. ഒരു ചെറിയ പോർഷൻ ഓഫ് സർഫസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ പോർഷൻ ഓഫ് സർഫസിൽ കൂടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്ത് പോകുമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? d5 എന്ന് കൊടുക്കാം. d5 നേരത്തെ നമ്മൾ 5 എന്നാണ് കൊടുത്തത്, പിന്നെ നമ്മൾ d5 എഴുതാം. d5 ഈക്വൽ ടു e ഡോട്ട് ds. ഓക്കെ, ചെറിയ പോർഷൻ ഓഫ് ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ അതും കൂടെ ഒന്ന് എഴുതി വെച്ചോ. d5 ഈക്വൽ ടു e ഡോട്ട് ds. ഇനി ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ phi ഈക്വൽ ടു e ഡോട്ട് s എന്ന് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ പറഞ്ഞില്ലേ, phi ഈക്വൽ ടു e ഡോട്ട് s എന്ന് പറഞ്ഞില്ലേ. ഇതിലേക്ക് നമ്മൾ ഇപ്പൊ ഇവിടെ കൺസിഡർ ചെയ്ത ഒരു സ്മോൾ പോർഷൻ ഓഫ് ഏരിയ ഇല്ലേ, ഈ സ്മോൾ പോർഷൻ ഓഫ് ഏരിയ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ലാർജ് പോർഷൻ കിട്ടും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. ഇന്റഗ്രൽ ഓഫ് d5 ഇന്റഗ്രൽ ഓഫ് e ഡോട്ട് ds ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓഫ് d5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ phi ഈക്വൽ ടു e ഡോട്ട് s എന്ന് എഴുതാൻ പറ്റും. അതാണ് ഇത് തമ്മിലുള്ള റിലേഷൻ. phi ഈക്വൽ ടു e ഡോട്ട് s എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് സർഫസ് ഏരിയ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. പിന്നെ ഇതിനുള്ളിലുള്ള ഒരു ചെറിയ പോർഷൻ ഓഫ് സർഫസ് ഏരിയ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ സർഫസിൽ കൂടിയാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്യുമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? d5 ഈക്വൽ ടു e ഡോട്ട് ds എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ ആയോ? ഇനി ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? എങ്ങനെ വരും? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം. യൂണിറ്റ് എടുക്കും. ഈയുടെ യൂണിറ്റ് എന്താണെന്ന് നമുക്ക് അറിയാലോ. ഈയുടെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ കൂളോം. പിന്നെ സർഫസിന്റെ യൂണിറ്റ് നമ്മൾ മീറ്റർ സ്ക്വയർ ആകും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടുന്നത്. ഡൗട്ട് ഉണ്ടോ? യൂണിറ്റ് ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? യൂണിറ്റ് എങ്ങനെ വന്ന് നോക്കിയല്ലേ? ഇനി അടുത്തത് നമുക്ക് നോക്കാം. ഈ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? എങ്ങനെയായിരിക്കും വരുന്നത്? ഇലക്ട്രിക് ഫ്ലക്സ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? രണ്ട് ചാൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത് ഇല്ല പറയണം, നിങ്ങൾ പറഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ പോസിറ്റീവ് ചാർജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഒരു പോസിറ്റീവ് ചാർജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഉള്ളിലേക്കായിരിക്കും പുറത്തേക്കായിരിക്കും? നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാ, പുറത്തേക്ക് പോകും. അപ്പൊ പോസിറ്റീവ് ചാർജ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പോസിറ്റീവ് ഫ്ലക്സ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഫ്ലക്സ് ആയിരിക്കും ഉണ്ടാവും. പക്ഷേ ഇത് നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ്. നമ്പർ നെഗറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണ്? അതല്ല ചോദിച്ചത്. നമുക്കിപ്പോ പ്രോബ്ലം ഒക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്, നെഗറ്റീവ് ആയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ്. അപ്പൊ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ റിലേറ്റ് ചെയ്യുന്ന ആ ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഇപ്പോ അവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഫ്ലക്സും പോസിറ്റീവ് ആയിരിക്കും. അതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഡെഫിനിഷൻ എഴുതിയല്ല. ടോട്ടൽ നമ്പർ ഓഫ് എന്ന് പറഞ്ഞേ. ഇനി പിന്നെ നമ്മൾ ഇക്വേഷൻ പഠിച്ചെന്താ? phi ഈക്വൽ ടു e ഡോട്ട് s. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു സ്മോൾ പോർഷൻ ഓഫ് സർഫസ് ആണ്. സ്മോൾ ഏരിയ ആണെങ്കിൽ അത് എങ്ങനെ വരും? d5 ഈക്വൽ ടു e ഡോട്ട് ds എന്ന് പറഞ്ഞ് വരും. ഇനി 3 കേസ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ.
കുറവാണെങ്കിൽ cos തീറ്റ പോസിറ്റീവ് ആയിരിക്കും, ഫ്ലക്സ് പോസിറ്റീവ് ആയിരിക്കും. തീറ്റ 90നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ cos തീറ്റ നെഗറ്റീവ് ആയിരിക്കും, ഫ്ലക്സും നെഗറ്റീവ് ആയിരിക്കും. തീറ്റ ഈക്വൽ ടു 90 ആണെങ്കിൽ cos തീറ്റ 0 ആയിരിക്കും, ഫ്ലക്സ് 0 ആയിരിക്കും. ഇത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ cos തീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ്, ഇപ്പം പ്രോബ്ലം ചെയ്യുമ്പോഴായാലും കിട്ടിയിരിക്കുന്ന തീറ്റയുടെ വാല്യൂസ് 90നേക്കാളും കുറവാണെങ്കിൽ cos തീറ്റ പോസിറ്റീവ് ആയിരിക്കും, അവിടുത്തെ ഫ്ലക്സും പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി അടുത്തത് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ cos തീറ്റ നെഗറ്റീവ് ആയിരിക്കും, ഫ്ലക്സ് നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ 3 കേസും ജസ്റ്റ് ആ ഇലക്ട്രിക് ഫ്ലക്സിന്റെ കൂടെ തന്നെ ഒന്ന് എഴുതി വെച്ചു. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ഓക്കെ ആയില്ലേ? ഡെഫിനിഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ, നമ്മൾ ഇനി വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഫിഗർ മനസ്സിൽ വരണം. ആ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റണം? ഡെഫിനിഷനും പറയാൻ പറ്റണം, ഇക്വേഷനിലേക്ക് എത്താൻ പറ്റണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത തിയറത്തിലേക്ക് പോകാം. അല്ലാതെ ചില സമയങ്ങളിൽ നമുക്ക് ഇങ്ങനെ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്ന് കാണാം. ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലോസ്ഡ് സർഫസിനെയാണ്, വേറെ ഒന്നുമല്ല, സാധാരണ ഇന്റഗ്രൽ ആയിട്ടാണ്. ഞാൻ നോർമലി ഇന്റഗ്രൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഇനി ചില സമയങ്ങളിൽ ഒരു ക്ലോസ്ഡ് ഒരു സർക്കിൾ ഇങ്ങനെ കാണാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ക്ലോസ്ഡ് സർഫസ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതാണ് മീൻ ചെയ്യുന്നത്, വേറെ ഒന്നുമല്ല. ക്ലോസ്ഡ് സർഫസ് ആയതുകൊണ്ടാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ് എന്ന് കൊടുത്തത്. പോവാം. ഗോസ് തിയറം ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. ഗോസ് തിയറം ഇമ്പോർട്ടന്റ് ആണ്. ഗോസ് തിയറം ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, എല്ലാ പേപ്പറിലും ഉണ്ടാവും. കൂളോംസിലോ പഠിച്ചില്ലേ, അതുപോലെ എല്ലാ അതിലും ഇമ്പോർട്ടന്റ് ആണ്. ഗോസ് തിയറത്തിന്റെ 3 ആപ്ലിക്കേഷൻ, അതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്. അപ്പോൾ ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വേണം. ഗോസ് തിയറത്തിനെ പറ്റി ഞാൻ എന്തൊക്കെ പഠിപ്പിക്കണം അതെല്ലാം ബൈഹാർട്ട് പഠിച്ചേക്കണം. അടുത്ത ക്ലാസ്സിൽ ഗോസ് തിയറം പഠിച്ചത് എഴുതുകയും ചെയ്യും. ഇപ്പോഴേ പറഞ്ഞേക്കാം, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞേക്കാം ഗോസ് തിയറം എഴുതണം. ഫസ്റ്റ് ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പൊ തന്നെ പഠിച്ചു പോയാൽ മതി. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടഫ് ഒന്നും അല്ല, നമുക്ക് പെട്ടെന്ന് കിട്ടുന്നത് തന്നെ. ഫസ്റ്റ് ഗോസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഗോസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചല്ല. അപ്പൊ ഈ ടോട്ടൽ ഫ്ലക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെ? ഫൈ വെച്ചാണ്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ഓവർ എ ക്ലോസ്ഡ് സർഫസ്, ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്യാം. ഒരു ക്ലോസ്ഡ് സർഫസിലെ ടോട്ടൽ ഫ്ലക്സ് ദാറ്റ്സ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. അതായത് ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തു. ആ ക്ലോസ്ഡ് സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന്റെ ഈ ക്ലോസ്ഡ് സർഫസിന്റെ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഈ ക്ലോസ്ഡ് സർഫസിന്റെ 1/0 ടൈംസ് ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്, അതാണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഗോസ് തിയറത്തിന്റെ ഡെഫിനിഷൻ, ഇതാണ് ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ. എഴുതിക്കോ. The net electric flux over a closed surface, net electric flux over a closed surface is equal to 1/ε0 times total
ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. Total charge enclosed by the surface. Okay. Equation എഴുതി വെച്ചോ. ഇതും ആ ഡെഫിനിഷൻ ഇക്വേഷൻ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ടോട്ടൽ ഫ്ലക്സ്, ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എ ക്ലോസ്ഡ് സർഫസ്. ഇതെന്താ എഴുതിയിരിക്കുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. പൈ എന്താണെന്ന് അറിയാലോ. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് നമ്മൾ കുറച്ചും പഠിച്ച ഫ്ലക്സ്. ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഓഫ് എ ക്ലോസ്ഡ് സർഫസ് is equal to 1 by epsilon 0 times total charge enclosed by the surface. ആ സിസ്റ്റത്തിന്റെ ചാർജ് 1 by epsilon 0 times charge enclosed by the surface. അതാണ് ഫ്ലക്സിന് ഈക്വൽ. ഇതാണ് നമ്മുടെ ഗോസ് തിയറം പറയുന്നത്. ഞാൻ ഇക്വേഷൻ ബോക്സ് ചെയ്തിട്ട് phi equal to 1 by epsilon 0 times total charge enclosed by the surface. Q എന്താണ്? ടോട്ടൽ ചാർജ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുണ്ട്, ഇക്വേഷൻ ആയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഗോസ് തിയറത്തിന്റെ എല്ലാം ചോദിക്കാം. അവരുടെ ഡെഫിനിഷൻ ജസ്റ്റ് ഒന്ന് ഇപ്പൊ തന്നെ വായിച്ചു, അത് ക്ലിയർ ആയി പോയിക്കോളും. ആ ഇക്വേഷനും ഡെഫിനിഷനും ഇപ്പൊ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കും. ഒരു മിനിറ്റ് സെക്കൻഡ് വായിച്ചാൽ കിട്ടുമോ? ആ ഒരു സെന്റൻസ് വായിച്ചാൽ തന്നെ കിട്ടും. സ്റ്റേറ്റ്മെന്റ് കിട്ടി, ഇക്വേഷൻ കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ് ഞാൻ ചോദിക്കോട്ടാ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നത് ഗോസ് തിയറത്തിന്റെ പ്രൂഫാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോ പഠിച്ച ഇക്വേഷൻ ഇല്ലേ, phi equal to 1 by epsilon 0 times total charge enclosed by the surface. അത് നമ്മൾ പ്രൂഫ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഗോസ് തിയറത്തിന്റെ പ്രൂഫാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ഗോസ് തിയറം എന്ന് പറയുമ്പോൾ അവിടുത്തെ സർഫസ് എങ്ങനെയാണ്? പിന്നെ ഒരു കാര്യമുണ്ട്, ഗോസ് തിയറം എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ഗോസ് തിയറം എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും എങ്ങനെ വന്നാലും ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ ഞാനൊരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്യാൻ പോകുന്ന ഗോസ് തിയറത്തിന്റെ പ്രൂഫാണ്. അപ്പൊ ഇവിടെ എങ്ങനെ വന്നാലും ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർഫസ് ഉണ്ടാവും. ഓക്കെ, ഒരു ചാർജ്, ഒരു ക്ലോസ്ഡ് സർഫസ്. ഇവിടെ നിന്ന് ഞാൻ ദൂരെയായിട്ട് മാറി ഈ ഒരു സൈഡിൽ ഞാനൊരു പോയിന്റ് പി കൺസിഡർ ചെയ്യും. നമ്മൾ നേരത്തെ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു പോയിന്റ് ക്യൂ ഉണ്ട്, അതിൽ നിന്ന് കുറച്ച് മാറി ഞാൻ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്ത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ക്യൂ പി തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ നേരത്തെ കൊടുക്കുന്നത് പോലെ ആർ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. ഇനി ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും? ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോകും. വരച്ചു വരും. ചാർജ് കൺസിഡർ ചെയ്ത് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് കൺസിഡർ ചെയ്ത് പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടാകും. അതിനിപ്പോൾ ആ ക്ലോസ് സർഫസിന് ഇവിടെ ആയിട്ട് ഞാനൊരു പോയിന്റ് പി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ പോയിന്റ് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറാണ്. നമ്മളൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. ഇത്ര ഓക്കെ അല്ലേ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞാനൊരു ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യണം. ഇവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്യണം. ക്ലോസ്ഡ് സർഫസ്, ഇവിടെ ഞാനൊരു ചെറിയ സർഫസ് കൺസിഡർ ചെയ്യണത്. ഇതിന്റെ ഈ സർഫസിന്റെ ഇങ്ങനെ നിങ്ങൾ ഈ സർഫസിന്റെ ഈ ഏരിയ വെക്ടർ, ഇതിന്റെ വെക്ടർ, ഈ സർഫസിന്റെ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തന്നെയായിരിക്കും? ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. ഈ ഒരു സർഫസ്, ഇവിടെ ഒരു ചെറിയ സർഫസ് ഞാൻ കൺസിഡർ ചെയ്ത് ഈ ചെറിയ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏരിയയുടെ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ചെറിയ പോർഷന്റെ ഇവിടുത്തെ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്റഗ്രേറ്റ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വലിയ പോർഷന്റെ കിട്ടും. അതുകൊണ്ട് ഞാനൊരു ചെറിയ പോർഷൻ കൺസിഡർ ചെയ്ത് അതുകൊണ്ട് അതിന്റെ ഫ്ലക്സ് നമുക്ക് d5 ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് എന്ന് എഴുതി. ദെൻ നമുക്ക് ഇ ഡോട്ട് ഡി എസ് നമുക്ക് എങ്ങനെ എഴുതാം? ഇ ഡി എസ് കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇവിടുത്തെ കോസ് തീറ്റ എത്രയായിരിക്കും? കോസ് തീറ്റ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കോസ് തീറ്റ നോക്കിക്കേ, നമ്മൾ വരച്ച ഇലക്ട്രിക് ഫീൽഡ് ലൈനിന്റെ ഡയറക്ഷനും അതുപോലെ തന്നെ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും സെയിം ഡയറക്ഷൻ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് കോസ് തീറ്റ എന്തായിരിക്കും? 0 ആയിരിക്കും. സോറി, തീറ്റ 0 ആയിരിക്കും. അപ്പൊ എങ്ങനെ വരും? ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞു വരും. തീറ്റ 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? d5 ഈക്വൽ ടു ഇ ഡി എസ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇത് രണ്ടും ഇവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്ത സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും നമ്മൾ വരച്ച ഈ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനും സെയിം തന്നെ ആയതുകൊണ്ട് അവിടുത്തെ ആംഗിൾ തീറ്റ എന്തായി? 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? d5 ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഇ ഡി എസ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചെറിയ പോർഷന്റെ കിട്ടി. ഇനി നമുക്ക് ഈ ഒരു വലിയ പോർഷന്റെ ഈ ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഈ കിട്ടിയിരിക്കുന്ന ഈ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ d5 ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ്. ഇന്റഗ്രൽ ഇവിടെ ഇന്റഗ്രൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ലേ, ഒരു ക്ലോസ്ഡ് സർഫസ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ക്ലോസ്ഡ് ഇന്റഗ്രൽ കൊടുത്തത്. ഓക്കെ, ഇത് ഈ കിട്ടിയിരിക്കുന്നത് എന്താ? നമുക്ക് ഈ കിട്ടിയിരിക്കുന്നത് എന്താ? d5 ഈക്വൽ ടു ഇ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ചെറിയ പോർഷന്റെ ഫ്ലക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കണം. ഈ വലിയ പോർഷന്റെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. അപ്പൊ ഇന്റഗ്രൽ d5 ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ, ഒരു ക്ലോസ്ഡ് സർഫസ് കൺസിഡർ ചെയ്തോണ്ട് ഞാനൊരു സർക്കിൾ കൊടുക്കും. ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി എസ്. ഇനി നമുക്ക് എഴുതാം ഇന്റഗ്രൽ ഓഫ് d5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5. ദെൻ ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് പുറത്തെടുക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? ഇന്റഗ്രൽ ഓഫ് d5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 എഴുതുക. ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന് ഔട്ട്സൈഡ് എഴുതി. ബാക്കി ഇന്റഗ്രൽ ഓഫ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഓഫ് ഡി എസ്. ഇനി അടുത്ത സ്റ്റെപ്പില് 5 ഈക്വൽ ടു ഈ എന്താണെന്ന് അറിയാലോ? ഇലക്ട്രിക് ഫീൽഡ് പോയിന്റ് ചാർജ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഈക്വൽ ടു 1/4πε0 q by r square. 1/4πε0 q by r square into ഇനി നമുക്ക് വേണ്ടത് ഇന്റഗ്രൽ ഓഫ് ഡി എസ്. ഈ ഒരു ഡി എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ സർഫസിന്റെ ഏരിയയിലാണ് എന്തെന്ന് പറയാ? ഡി എസ് എന്ന് പറയാം. നേരത്തെ ഫ്ലക്സ് വരച്ചപ്പോൾ ഞാൻ വരച്ച് കാണിച്ചിരുന്നില്ല ആ ഒരു സർഫസ്, ആ സർഫസിന്റെ ഏരിയയിലാണെന്ന് പറഞ്ഞു. ഇവിടെ നമ്മുടെ സർഫസ് ഏതാ? ഇതല്ലേ നമ്മുടെ സർഫസ്. ഇതൊരു സ്ഫിയർ അല്ലേ? അപ്പൊ നമുക്ക് സ്ഫിയറിന്റെ സർഫസ് ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? 4πr². അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സ്ഫിയർ, ക്ലോസ്ഡ് സ്ഫിയർ ആയതുകൊണ്ട് നമുക്ക് സ്ഫിയറിന്റെ സർഫസ് ഏരിയ എഴുതാം 4πr². ഈ 4π കട്ട് ചെയ്ത് കളയാം, r² കട്ട് ചെയ്ത് കളയാം. ബാക്കിയുള്ളത് ആരാ പിന്നെ കിട്ടിയിരിക്കുന്നത്? 5 ഈക്വൽ ടു q by ε0. ഇതാണ് നമ്മുടെ എന്ത്? ഗോസ് തിയറം. ഇതല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഗോസ് തിയറത്തിൽ എത്തിയില്ലേ? ഇപ്പൊ മനസ്സിലായ? ചെയ്തെന്താ? ഗോസ് തിയറത്തിന്റെ പ്രൂഫാണ് നമ്മൾ ചെയ്തത്. ലാസ്റ്റ് നമുക്ക് ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ കിട്ടി. 5 ഈക്വൽ ടു q by ε0. ജസ്റ്റ് ഇത് വേഗം നോക്കിക്കൽ ചെയ്തുകൊണ്ട് വേഗം നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തന്നെ ചോദിച്ചു. അഭിരാമ എഴുതിയാ? നോട്ട് എഴുതിയാ?
അടുത്തതിലേക്ക് പോവാം. ഇനി ആ മെറ്റീരിയൽ എടുത്ത് അതിൽ ഗോസ് ഫിയറത്തിനെ പറ്റി 3 പോയിന്റ് കണ്ടിട്ടുണ്ട്. അത് നോക്കി. Important points. അതും കൂടെ പഠിച്ചു പോയിക്കോളെ. Gauss law is applicable for any closed surface, whatever its shape or size. ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു Gauss law എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ക്ലോസ്ഡ് സർഫസിന് മാത്രമായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുണ്ടാവും. അതിന്റെ സൈസും ഷേപ്പും ഒന്നുമല്ല, ഏത് ഷേപ്പ് ആയിക്കോട്ടെ ഏത് സൈസ് ആയിക്കോട്ടെ, പക്ഷേ അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ Gauss theorem അപ്ലൈ ചെയ്യാമെന്ന് പറയാം. The surface in which Gauss law is applied is called Gaussian surface. ഒരു സർഫസിൽ Gauss law അപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള സർഫസിൽ ഇവിടെ നമുക്ക് ഈ ഒരു സർഫസിൽ നമ്മളിപ്പോ ഫ്ലക്സ് കണ്ടുപിടിച്ച് Gauss law അപ്ലൈ ചെയ്ത്, അങ്ങനെയാണ് നമുക്ക് ഇവിടെ എന്ത് പറയുന്നത്, ഒരു ഗോഷ്യൻ സർഫസ് ആണെന്ന് പറയാം. Gauss law അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ സർഫസിന് നമ്മൾ പറയുന്ന പേരാണ് ഗോഷ്യൻ സർഫസ്. Gauss lawയുടെ സർഫസ് ഗോഷ്യൻ സർഫസ്. അങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കും. അടുത്തത് നമ്മൾ Gauss law പഠിച്ചത് phi equal to q by epsilon 0 എന്നല്ലേ. ഇത് പെർമിറ്റിവിറ്റി ഓഫ് എന്താ പഠിച്ചത് നമ്മൾ, epsilon 0 എന്താ പഠിച്ചത്, ഫ്രീ സ്പേസ് ഓർ വാക്വം ആണ് നമ്മൾ പഠിച്ചത്. ഇനി ഡൈഇലക്ട്രിക് മീഡിയം വരുമ്പോൾ എങ്ങനെയായിരിക്കും, phi equal to q by epsilon. ഡൈഇലക്ട്രിക് മീഡിയം ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം ആണ് നമ്മൾ epsilon 0 എന്ന് പഠിച്ചത്. ഫസ്റ്റ് ക്ലാസ്സിലാണ് പോകുന്നത്, ഫസ്റ്റ് ക്ലാസ്സിലല്ലേ പഠിച്ചത്. phi equal to q by epsilon. ഡൈഇലക്ട്രിക് മീഡിയം ആണെങ്കിൽ epsilon ആയിരിക്കും. epsilon നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, epsilon 0 into epsilon r എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ. അപ്പൊ നമ്മുടെ Gauss lawയ്ക്ക് എങ്ങനെ ചേഞ്ച് വരും, phi equal to q by epsilon ന് പകരം എങ്ങനെ എഴുതാം, epsilon 0 into epsilon r അല്ലെങ്കിൽ epsilon 0 into k എന്ന് പറയുന്നത്. ഇത് കൂടെ എഴുതി വെച്ചോ. If the medium is dielectric, നമ്മുടെ Gauss lawയ്ക്ക് വരുന്ന ചേഞ്ച്. If the medium is, Gauss lawയുടെ ഒപ്പം തന്നെ എഴുതിക്കോ. If the medium is dielectric, phi equal to q by epsilon 0 ആണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിന്റെ ആണ്. പക്ഷേ ഡൈഇലക്ട്രിക് ആകുമ്പോൾ phi equal to q by epsilon. epsilon നമ്മൾ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ, epsilon equal to epsilon 0 into epsilon r. അത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. അല്ലെങ്കിൽ epsilon r അല്ലെങ്കിൽ നമ്മൾ k എന്ന് പറഞ്ഞാൽ പഠിച്ചായിരുന്നു, അങ്ങനെ കൊടുത്താലും മതി. phi equal to q by epsilon r ന് വരെ നമ്മൾ കൊടുത്തതായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഒന്നും ഇല്ലായിരുന്നു. സെയിം തന്നെ epsilon r ഓക്കെ, അങ്ങനെ നമ്മൾ കൊടുത്തത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. epsilon 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം. epsilon എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം. അറിയില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചു. Gauss theorem ഓക്കെ ആയില്ലേ, ഡെഫിനിഷൻ കിട്ടി, ഇക്വേഷൻ കിട്ടി, പ്രൂഫ് കിട്ടി. ഇനി Gauss theoremന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല, ഇപ്പോൾ നമ്മൾ ഇടിമിന്നൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നതാണോ സേഫ്, അത് കേട്ടിട്ടുണ്ടോ? അതിലെ ഞാൻ ഒന്നും പറയാം. ഇപ്പോൾ എന്താ ഇടിമിന്നൽ വന്നു കഴിയുമ്പോൾ ഇപ്പൊ ജനറലി ചോദിക്കുവാണ്, ഇപ്പോൾ ലൈറ്റ്നിങ്ങും കണ്ണൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരു കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിരിക്കുമോ സേഫ്, അല്ലെങ്കിൽ ഒരു തുറസായിട്ടുള്ള ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ ഇറങ്ങി നിൽക്കുന്നതായിരിക്കുമോ സേഫ്? ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഞാൻ നമ്മൾ തെറ്റു പറയുന്നില്ലല്ലോ, ഇതിലൊക്കെ പറഞ്ഞു. എല്ലാവർക്കും ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. പറഞ്ഞു ഉള്ളിലിരിക്കുന്നതായിരിക്കുമോ സേഫ്? നമ്മളോട് ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിച്ചു തരട്ടെ, ഒരു തണ്ടർ ലൈറ്റിംഗ് ഒക്കെ ഉള്ള ടൈമിൽ കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിരിക്കുമോ സേഫ്, അല്ലെങ്കിൽ പുറത്തിറങ്ങി നിൽക്കുന്നതായിരിക്കുമോ സേഫ്? ജസ്റ്റ് നീയാണെങ്കിൽ അകത്തിരിക്കോ പുറത്തിരിക്കോ? പുറത്തേക്ക് ഇറങ്ങി നിൽക്കും. നമുക്ക് പറയാം, ഞാനും പറയുന്നത് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് പറയാം. പക്ഷെ നമുക്ക് അവിടെ Gauss theorem ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം, ഒരു കണ്ടീഷൻ. അതാണ് ഫീൽഡിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എൻക്ലോസ്ഡ് ബൈ എ ക്ലോസ്ഡ് സർഫസ്. ഫ്ലക്സ് എന്തായിരിക്കും ഒരു ക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ? 0 ആയിരിക്കും. അപ്പോൾ അവിടെ ഇലക്ട്രിക് ചാർജ് എന്തായിരിക്കും എഫക്ട് ചെയ്യില്ല, കാറിന്റെ ഉള്ളിൽ ഇരിക്കുന്നതായിരിക്കും സേഫ്. പഠിക്കുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പറയുമ്പോൾ ഞാനും പറഞ്ഞു പുറത്തിറങ്ങിയിരിക്കണം.
അത് വിട്ടേക്കാം, ടോപ്പിക് വിട്ടേക്കാം. ഞാൻ ജസ്റ്റ് ഗോസ് തിയറി എടുത്തപ്പോൾ എനിക്ക് ജസ്റ്റ് ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് വിട്ടേക്കാം, നമുക്ക് ഇതിൽ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്ത നമുക്ക് ഇപ്പൊ ഗോസ് തിയറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിറൈവ് കൂളോംസ് ലോ ഫ്രം ഗോസ് തിയറി. ഗോസ് നമ്മൾ കൂളോംസ് ലോ പഠിച്ചു കഴിഞ്ഞാണല്ലോ. ആ ഇക്വേഷൻ എന്ന് പറഞ്ഞേ കൂളോംസ് ലോ. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ? ഡിറൈവ് ചെയ്യാൻ പോകും. എഴുതിക്കോ, ഡിറൈവ് കൂളോംസ് ലോ ഫ്രം ഗോസ് ലോ. ഇപ്പൊ പഠിച്ച ഗോസ് ലോയിൽ നിന്ന് നമ്മൾ കൂളോംസ് ലോ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകണേ. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എഴുതിയാ തുടങ്ങാം. അപ്പൊ നമ്മള് കൂളോംസ് ലോയിൽ നിന്ന് എഴുതാൻ വേണ്ടത് ഇവിടെ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്തു. പോസിറ്റീവ് ചാർജ് എങ്ങനെയാ? ഒരു ചാർജ് ക്യൂ കൺസിഡർ ചെയ്ത് ഇവിടെ ഈ ചാർജിൽ നിന്ന് ദൂരെ മാറി അടുത്ത ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്ത് ഇത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് തൊട്ട് പഠിച്ചു വരുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ആർ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. ഈ പോയിന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് ആയിട്ട് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് എന്താ? ഡിറൈവ് കൂളോംസ് ലോ ഫ്രം ഗോസ് ലോ. ഗോസ് ലോയിൽ നിന്നാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു ഗോസ് ലോ എങ്ങനെയുള്ള സർഫസിനായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുന്നത്? ക്ലോസ്ഡ് സർഫസ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് സർഫസ് വരക്കാം. ക്യൂ സെന്ററിലാവും. ആ ക്യൂ സെന്ററിലാവും. അതാ പറയാം, ഞാൻ വരച്ചപ്പോൾ ഇരിക്കുന്നതായിട്ട് കറക്റ്റ് ആയിട്ട്. അല്ല യൂണിറ്റ് അല്ല യൂണിറ്റ് സ്ക്വയർ അയ്യോ വേണം, സർക്കിൾ തന്നെ ക്ലോസ് ചെയ്യാൻ നമുക്ക് കൂളോംസ് ലോയിലേക്ക് എത്തണ്ടേ? സ്ക്വയറിന്റെ ഏരിയ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ വേറൊരു ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്യണേണ്. ഓക്കെ, ഇതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും നിൽക്കുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്തു. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ഒരു സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഇങ്ങോട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എന്താ എഴുതാം? ഫ്ലക്സിന്റെ ഇക്വേഷൻ എഴുതാം. ഇന്റഗ്രൽ E dot ds that's equal to ഫ്ലക്സിന്റെ ഇക്വേഷൻ ഇതല്ലേ? phi equal to closed integral E dot ds. ഇനി ഗോസ് തിയറത്തിന്റെ ഇക്വേഷൻ എന്താ? phi equal to q by epsilon 0. ഇങ്ങനെ ഞാൻ എഴുതി. ഇത് രണ്ടും ഈക്വൽ ആണ്. ഫ്ലക്സിന്റെ ഇക്വേഷൻ that's equal to q by epsilon 0 എന്ന് എഴുതി. ഇനി നമുക്ക് ഇതിനെ E dot ds നെ മാറ്റി നമുക്ക് അവിടെ E ds cos theta എന്ന് കൊടുക്കാം. E ds cos theta ഇവിടുത്തെ കോസ് തീറ്റ എന്താ? ഞാൻ പറഞ്ഞു ഇവിടെ കൺസിഡർ ചെയ്ത സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷനും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷനും സെയിം തന്നെയാണ്. അപ്പൊ തീറ്റ എന്താ? 0 ആയി. അപ്പൊ തീറ്റ 0 ആയപ്പോഴത്തേക്ക് ഇവിടെ എന്ത് വരും? ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഔട്ട് സൈഡ് എടുത്തു. നമുക്ക് നേരത്തെ
നമ്മുടെ സർഫസ് ds എന്ന് പറയുന്ന സർഫസ് ഏരിയയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു സ്ഫിയർ തന്നെയാണ്. അപ്പൊ ഏരിയ എന്താ 4πr² തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ds ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 4πr² തന്നെ കൊടുക്കാം. e into 4πr² equal to q by epsilon 0. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇതിന്റെ സൈഡിലായിട്ട് ഈ ക്ലോസ്ഡ് സർഫസിന്റെ സൈഡിലായിട്ട് ഒരു ടെസ്റ്റ് ചാർജ് Q0 ഉണ്ട്. Q0 എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് ചാർജ് ജസ്റ്റ് കൺസിഡർ ചെയ്യും. ഇനി ഈ ടെസ്റ്റ് ചാർജിനും എന്തിന്റെ എഫക്റ്റ് ഉണ്ടാവും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ഇതിനെ ഒരു ഫോഴ്സ് എഫക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സ് ഈക്വൽ ടു F ഈക്വൽ ടു UE എന്ന് പറഞ്ഞില്ലേ നമ്മൾ പഠിച്ച ഫോഴ്സിന്റെ ഇക്വേഷൻ? F ഈക്വൽ ടു E ഇൻറ്റു Q0. ഇവിടെ നമ്മളൊരു ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്തു. ഈ സർഫസിന്റെ സൈഡിലായിട്ട് ഇവിടെ സൈഡിലായിട്ട് നമ്മൾ ടെസ്റ്റ് ചാർജ് കൺസിഡർ ചെയ്തു. ആ ടെസ്റ്റ് ചാർജിന് ഒരു ഫോഴ്സിന്റെ എഫക്റ്റ് ഉണ്ടാവും. അതാണ് നമ്മുടെ ഫോഴ്സ് F ഈക്വൽ ടു E ഇൻറ്റു Q0 എന്ന് എഴുതിയത്. ഇനി നമുക്ക് E നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു E കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F ഈക്വൽ ടു Q ഡിവൈഡഡ് ബൈ 4π epsilon 0 ഇൻറ്റു Q0. ഇത്ര എഴുതി നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാം. F is equal to 1 by 4π epsilon 0 Q into Q0 by R². അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് എന്ത്? ഈക്വേഷൻ കണ്ടുപിടിച്ചില്ലേ? കൂളോംസ് ലോയുടെ ഇക്വേഷൻ എത്തി. 1 by 4π epsilon 0 Q Q0 by R². ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ഈ വന്നേക്കുന്നത് ഓക്കെയാണ്. നമ്മളൊരു ടെസ്റ്റ് ചാർജ് Q0 കൺസിഡർ ചെയ്തു. അപ്പൊ ഈ Q0 എഫക്ട് ചെയ്ത ഒരു ഫോഴ്സ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E is equal to F by Q എന്നൊക്കെ പഠിച്ച ഓർമ്മയില്ലേ? അതിൽ നിന്ന് നമ്മൾ ഫോഴ്സിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? F equal to Q എന്ന് പറഞ്ഞ് എഴുതാം. അപ്പൊ ഇവിടെ ഈ ടെസ്റ്റ് ചാർജിനെ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? F equal to Q0 into E എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. F equal to E into Q0 എന്ന് എഴുതിയേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ E നമ്മളിവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ F equal to Q by 4πr² epsilon 0 into Q0. ഇത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ എങ്ങനെ കിട്ടും? 1 by 4π epsilon 0 Q1 Q2 by R² ഫോമിലല്ലേ? ഇതാണ് എന്ത്? കൂളോംസ് ലോ. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കുമല്ലോ. ഡിറൈവ് കൂളോംസ് ലോ ഫ്രം ഗോസ് ലോ.
ആപ്ലിക്കേഷൻ പഠിക്കുന്നതിന് മുമ്പ് 3 ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വയർ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യട്ടെ. ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ, അതിന് ഞാനൊരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് ഇവിടെ യൂണിഫോമിൽ ഈ ഒരു ലോങ് സ്ട്രെയിറ്റ് വയറിൽ ഫുള്ള് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ അതിലൊരു പ്ലസ് ക്യൂ ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാർജ് യൂണിഫോമിലി ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. പ്ലസ് ക്യൂ ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് യൂണിഫോമിലി ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും, കണ്ടിന്യൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഓക്കെ, ഇങ്ങനെ ഈ കണ്ടിന്യൂസ്ലി ഒരു ലോങ് സ്ട്രെയിറ്റ് വയറിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്ന ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ പറയുന്ന പേരാണ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ഓർ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡെൻസിറ്റി, ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ വെച്ച്. Lambda equal to equation Q by L. Q by L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? Lambda equal to Q by L. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് വൈസ്. ഇതിന്റെ ലെങ്ത് വൈസ് ഇപ്പൊ നമ്മൾ ചാർജ് പ്ലസ് ക്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചാർജ് ലെങ്ത് വൈസ് ഇത് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതാണ് lambda equal to Q by L. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഒരു സ്ട്രെയിറ്റ് വയർ അതിലൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് യൂണിഫോമിലി ഫുള്ള് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതിനെയാണ് നമ്മൾ എന്ന് പറയാ ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ലാംഡ. ലാംഡ ഈക്വൽ ടു Q by L. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ചാർജ് Q പെർ യൂണിറ്റ് ലെങ്ത്. ലെങ്ത് വൈസ് ഫുൾ ഡിസ്ട്രിബ്യൂട്ടഡ്. അതാണ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഇതിൽ നിന്ന് നമുക്ക് ചാർജിന്റെ ഇക്വേഷൻ എഴുതാം. ചാർജ് Q ഈക്വൽ ടു ലാംഡ L. അതുകൂടെ എഴുതി വെച്ചു. ഇതിന്റെ യൂണിറ്റ് എങ്ങനെ വരും? ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് കൂളോം പെർ മീറ്റർ. ഓക്കെ, ഇത്രയും കാര്യം നോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ എന്ന് എഴുതുക. ഈ ഫിഗർ ജസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പറയാം ലാംഡ ഈക്വൽ ടു Q by L. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. ഡെഫിനിഷൻ ആയിട്ട് എഴുതണ്ട. ലാംഡ ലീനിയർ ചാർജ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. അത്രയും മതി. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ആപ്ലിക്കേഷൻ. അത് പഠിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നതാ. എഴുതിക്കുക അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് എഴുതിയത്. ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് വരുന്നത് കൂളോം, ലെങ്ത്തിന്റെ മീറ്റർ. Q ലാംഡ L. ഓക്കെ ആണോ? ലീനിയർ ചാർജ് ഡെൻസിറ്റി ഒക്കെ അല്ലേ? അടുത്ത സെക്കൻഡ് വൺ നമ്മൾ പഠിക്കാൻ പോകുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി കഴിഞ്ഞ് അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഓർ ഷെല്ല്, ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യും. ഈ കണ്ടക്ടിങ് സ്ഫിയറിന്റെ ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സർഫസിലായിരിക്കും ഈ ചാർജ് യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ഒരു കണ്ടക്ടിങ് സ്ഫിയർ ആയതുകൊണ്ട്, കണ്ടക്ടിങ് സ്ഫിയർ ഓർ ഷെല്ല് കണ്ടക്ടിങ് ആയതുകൊണ്ട് ഇതിനുള്ളിൽ എയറായിരിക്കും. ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ചാർജ് ഇതിന്റെ സർഫസിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത്. സർഫസിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ എന്തെന്ന് പറയുന്നത് സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിങ് ഷെല്ല് അതിന്റെ സർഫസിൽ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതുകൊണ്ട് നമ്മൾ പറയും സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇതിൽ നമുക്ക് സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സിഗ്മ ഈക്വൽ ടു Q by A. A എന്താണ്? ഇതിന്റെ ഈ ഒരു സർഫസ് ഏരിയയാണ്. ഇവിടെ ലെങ്ത്, ചാർജ് പെർ ലെങ്ത് ആണെങ്കിൽ ഇത് ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഈ ഒരു ഏരിയയിലായിരിക്കും, ഈ ഒരു സർഫസ് ഏരിയയിലായിരിക്കും, സർഫസിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, ഇതിന്റെ യൂണിറ്റ് എന്ന് എഴുതിക്കേ. കൂളോം പെർ ഏരിയയുടെ എന്താ? മീറ്റർ സ്ക്വയർ. അപ്പൊ കൂളോം പെർ മീറ്റർ സ്ക്വയർ. ഇത് നമുക്ക് എഴുതി വെക്കാം. Q ഈക്വൽ ടു സിഗ്മ A. ഓക്കെ, ഫസ്റ്റ് ലീനിയർ ചാർജ് ഡെൻസിറ്റി പഠിച്ച് അടുത്തത് സർഫസ് ചാർജ് ഡെൻസിറ്റി പഠിച്ചു. ലീനിയർ ചാർജ് ഡെൻസിറ്റി ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് വയർ ആയിരുന്നു. ഇവിടെ എന്താ? ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ഷെല്ലാണ്. അതുകൊണ്ട് നമ്മൾ അത് പഠിച്ചു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നോൺ കണ്ടക്ടിങ്
കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ചാർജ് ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. ഉള്ളിൽ തന്നെ യൂണിഫോമിൽ ഡിസ്ട്രിബ്യൂട്ട് ആവും. ഇത് കണ്ടക്ടിങ് ആയതുകൊണ്ട് ഇവിടെ വേണമെങ്കിൽ ജസ്റ്റ് സൈഡിൽ എഴുതി വെച്ചു. ഇത് കണ്ടക്ടിങ് ആയതുകൊണ്ടാണ് എന്തായത് ഇതിന്റെ സർഫസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആയത് ചാർജ്. ഇത് നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ഷെല്ലാണ്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഉള്ളിൽ തന്നെ വോളിയത്തിൽ തന്നെ ആ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതിനെ പറയുന്ന പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഉള്ളിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ആയതുകൊണ്ടാണ് വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വോളിയം ചാർജ് വോളിയം ചാർജ് ഡെൻസിറ്റിയെ നമുക്ക് റോ വെച്ച് ഡിനോട്ട് ചെയ്യാം. റോ ഈക്വൽ ടു ഇവിടെ ക്യൂ ബൈ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ചാർജ് പെർ യൂണിറ്റ് ഏരിയ. ഇവിടെ എന്തായിരിക്കും വരുന്നത്? ചാർജ് പെർ യൂണിറ്റ് വോളിയം. ചാർജ് ഡിസ്ട്രിബ്യൂഷൻ മൂന്ന് ക്ലിയർ ആണല്ലോ. എന്തൊക്കെയാ? ലീനിയർ ചാർജ് ഡെൻസിറ്റി, സർഫസ് ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ ലാംഡ വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. സർഫസ് സിഗ്മ, വോളിയം റോ. ക്ലിയർ അല്ലേ മൂന്നും? ഒരെണ്ണം ഇൻഫിനിറ്റി. നമുക്ക് ആപ്ലിക്കേഷൻ പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരും. ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് വയർ ആണെങ്കിൽ അവിടെ വരുന്ന ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ചാർജ് ഡെൻസിറ്റി ആയിരിക്കും. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു സ്ഫിയറോ എന്തെങ്കിലും ആണെങ്കിൽ അതിന്റെ ചാർജ് സർഫസിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആകും. അതിന് നമ്മൾ പറയുന്ന പേരാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന നോൺ കണ്ടക്ടിങ് ആയിട്ടുള്ള ഒരു ഷെല്ലോ സ്ഫിയർ ആണെങ്കിൽ അതിന്റെ ചാർജ് ഇതിന്റെ വോളിയത്തിൽ തന്നെ ഡിസ്ട്രിബ്യൂട്ടഡ് ആവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് വോളിയം ചാർജ് ഡെൻസിറ്റി. മൂന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അടുത്തേക്ക് പോകാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ലോങ് ചാർജ്ഡ് വയറിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കണ്ടിരുന്നത്. ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് മൂന്ന് ആപ്ലിക്കേഷൻ പഠിക്കാനെന്ന് ഞാൻ പറയാം. അതിൽ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും ചോദിക്കും. ഏതെങ്കിലും ഒരെണ്ണം എന്തായാലും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ചാർജ്ഡ് വയർ. അപ്പോൾ നമുക്കൊരു ചാർജ്ഡ് വയർ ഫസ്റ്റ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ്. ഇവിടുത്തെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഏതായിരിക്കും? അപ്പോൾ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ആകുമ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പഠിച്ചതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഇതിലേക്ക് വരും. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് വയർ ആകുമ്പോൾ പ്ലസ് ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ ചാർജ് യൂണിഫോമിലി ഡിസ്ട്രിബ്യൂട്ടഡ് ആവും.
ആയതുകൊണ്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് നിൽക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ്ഡ് വയർ. എന്തിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പഠിക്കുന്നത്? ഗോസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഗോസ് തിയറം എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് വേണം? എന്ത് സർഫസ് വേണം? ഒരു ക്ലോസ്ഡ് സർഫസ് വേണം. അപ്പോൾ നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് ഇവിടെ വരക്കാം. ഒരു സിലിണ്ടർ വരക്കാം. ഒരു സിലിണ്ടർ വരക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു ക്യൂ ഇവിടെ നിന്ന് ദൂരമായിട്ട് മാറിയ ഒരു പോയിന്റ് പി തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇത് കൺസിഡർ ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോസ് തിയറത്തിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് പഠിച്ച ആ ഒരു മെത്തേഡ് തന്നെയായിരിക്കും എല്ലാത്തിലും പോകുന്നത്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഞാനൊരു സർഫസ് കൺസിഡർ ചെയ്യണം. നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത ഒരു ചെറിയൊരു ഗോഷ്യൻ സർഫസ് കൺസിഡർ ചെയ്യും. ചെറിയൊരു സർഫസ് കൺസിഡർ ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിൽ തന്നെയായിരിക്കും? ഈ ഡയറക്ഷനിൽ തന്നെയായിരിക്കും. നമ്മളൊരു സ്ഫിയറിന്റെ കേസിലാണെങ്കിൽ ഞാൻ പറഞ്ഞു സ്ഫിയറിന്റെ കേസിൽ നമ്മൾ നേരത്തെ പഠിച്ച സ്ഫിയറിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ സർഫസ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കിട്ടുമല്ലോ. ഇല്ല, അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? പക്ഷെ ഇവിടെ ഒരു സിലിണ്ടർ ആയതുകൊണ്ട് ഇതിന്റെ ഈ പോർഷൻ നോക്കിയിട്ട് ഇതിന്റെ ഈ ഒരു പോർഷൻ വേറെ, അപ്പർ പോർഷൻ വേറെ ഒരു പോർഷൻ ആണ്, ലോവർ പോർഷൻ. എല്ലാ സ്ഫിയർ എന്ന് പറയുമ്പോൾ എല്ലാ പോർഷനും ഒരുപോലെ അല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഫ്ലക്സ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോൾ സർഫസിന്റെ കിട്ടും. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ നമ്മളൊരു സിലിണ്ടർ ആണ്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ആയതുകൊണ്ട് നമ്മളൊരു സിലിണ്ടർ ആണ് കൺസിഡർ ചെയ്തത്. സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയില്ല. പകരം നമ്മൾ അപ്പർ പോർഷൻ, ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്യണം, അപ്പർ പോർഷൻ കൺസിഡർ ചെയ്യണം, ലോവർ പോർഷൻ കൺസിഡർ ചെയ്യണം. ഈ മൂന്ന് പോർഷനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടത്തെ ഫ്ലക്സ് ഓർ ഫീൽഡ് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഓരോന്നും ചെയ്യാം. ഫസ്റ്റ് ഞാൻ നമ്മുടെ ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താ? ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ടി എസ് അല്ലേ? ഫിഗർ ഇത്ര വരച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ ഇ ഡോട്ട് ടി എസ്. നമുക്ക് ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റ് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യും. ഈ ഒരു ഫിഗർ മാത്രമേ കൺസിഡർ ചെയ്യും. ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഫിഗർ ആയിട്ട് വരുന്നത് നമുക്കിപ്പോൾ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു സിലിണ്ടറിന്റെ ഷേപ്പൊന്നും അല്ല, ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കും. അതിൽ കൂടി നമ്മളിപ്പോൾ ഇങ്ങനെ പെന്നോ ഇൻഫിനിറ്റി സ്ട്രെയിറ്റ് പാനലിന്റെ ഉള്ളിൽ കൂടി പാസ് ചെയ്ത് പോണെന്ന് വിചാരിക്കും. അതിന്റെ ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. കണ്ടോ? ഇപ്പൊ ഇവിടെ ഒരു സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ ഉള്ളിൽ കൂടി ഒരു ഇൻഫിനിറ്റി ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വയർ പാസ് ചെയ്ത് പോകും. അപ്പൊ നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പോകുന്ന ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ ഫ്ലക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ പോർഷൻ ഓക്കെ ആവും. പിന്നെ നമ്മൾ ഈ ഒരു പോർഷൻ കൺസിഡർ ചെയ്ത് ഇവിടത്തെ ഫ്ലക്സ് കണ്ടുപിടിക്കും. അപ്പൊ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് ഓക്കെ. പിന്നെ നമ്മൾ ഇവിടുത്തെ പോർഷൻ കൺസിഡർ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇതൊരു സിലിണ്ടർ ആയതുകൊണ്ടാണ് നമുക്ക് 1, 2, 3 3 സെക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പൊ സ്ഫിയർ ആണെങ്കിൽ എന്തായിരിക്കും? ഒരൊറ്റ സെക്ഷൻ കണ്ടുപിടിച്ചിട്ട് അതിനെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓരോന്നും ചെയ്യും. ഇത് നമുക്ക് ഇതിന്റെ ഏരിയയും ഇതിന്റെ ഡയറക്ഷനും സെയിം തന്നെയായിരിക്കും. നമുക്ക് DS1 എന്ന് കൊടുക്കും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് തന്നെ. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ DS1 എന്ന് കൊടുക്കാം. ഫൈ ഈക്വൽ ടു ഡോട്ട് മൾട്ടിപ്ലൈ ബൈ EDS കോസ് തീറ്റ. ഇവിടുത്തെ തീറ്റ എങ്ങനെയായിരിക്കും? രണ്ടും സെയിം ഡയറക്ഷൻ അല്ല. അപ്പൊ തീറ്റ എങ്ങനെയായിരിക്കും? തീറ്റ 0 ആയിരിക്കും. കാരണം രണ്ടും സെയിം ഡയറക്ഷനിലാണെങ്കിൽ തീറ്റ 0 ആയിരിക്കും. അപ്പൊ ഫൈ ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റഗ്രൽ E ഡോട്ട് DS എന്ന് വരും. ഇവിടെ തീറ്റ 0 ഫസ്റ്റ് സെക്ഷനിൽ തീറ്റ 0 ആണ്, ഇതിൽ തീറ്റ 0 ആണ്. അതുകൊണ്ട് E ഡോട്ട് DS എന്ന് പറഞ്ഞു വരും. ഇനി ഇതാണ് സെക്കൻഡ് വൺ. നമുക്ക് അടുത്തത് ഇവിടത്തെ കൺസിഡർ ചെയ്യണേ. അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ തന്നെ എടുക്കുള്ളൂ. DS1 പ്ലസ് സെക്കൻഡ് സർഫസ്. ടോട്ടൽ ഫ്ലക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. സെക്കൻഡ് സർഫസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? ഇവിടെയും ഞാനൊരു സർഫസ് ഇങ്ങനെ വരച്ചു കൊടുത്തത്. ഇവിടെ ഒരു സർഫസ് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഈ സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ ഒക്കത്തേക്കായിരിക്കും, അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും. അപ്പൊ ഞാനിത് ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നില്ല. ഇവിടെ നമ്മളൊരു സർഫസ് കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഡയറക്ഷൻ പൊക്കത്തേക്കായിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ സൈഡിലേക്കാണ് നിൽക്കുന്നത് അല്ലെ? ഇവിടെ രണ്ടും സെയിം ഡയറക്ഷൻ ആയതുകൊണ്ടാണ് കോസ് തീറ്റ എന്തായി പോയത്? 0 ആയി.
ചെയ്ത സർഫസിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ പുറത്തേക്കും ഇത് ഈ ഡയറക്ഷനിലും. അപ്പൊ ഇവിടുത്തെ ആംഗിൾ എന്തായി? 90 ഡിഗ്രി. അപ്പൊ കോസ് 90 വന്നു. അതുപോലെ തന്നെ നമ്മൾ ഇവിടത്തെ കൺസിഡർ ചെയ്യുക. ഇവിടത്തെ ഒന്ന് വരച്ചു നോക്കി. ഇവിടെയും നമ്മൾ ഒരു സർഫസ് കൺസിഡർ ചെയ്ത് ഒരു ചെറിയ സർഫസ്, ഈ സർഫസ് ഒക്കെ ജസ്റ്റ് ഒരു ആർക്ക് ചെയ്ത് വെച്ചേക്കെ സർഫസ് കൺസിഡർ ചെയ്ത് അതിന്റെ ഏരിയ വെക്ടറിന്റെ ഡയറക്ഷൻ താഴേക്ക്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ സൈഡിലേക്ക്. അപ്പൊ ഇവിടത്തെ ആംഗിൾ എന്തായി വന്നു? 90 ഡിഗ്രി വന്നു. ഓക്കെ, അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം? ക്ലോസ് ഇന്റഗ്രൽ es2 cos 90 പ്ലസ് ക്ലോസ് ഇന്റഗ്രൽ es3 cos 90. ds1 ds2 എന്ന് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ്? ds2 ds3. ഓക്കെ, ഇതെങ്ങനെ 90 വന്നെന്ന് മനസ്സിലായല്ലോ. ഇത് സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റ 0 ആയി പോയി. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് 90 ഡിഗ്രി വന്നു. അപ്പൊ നമുക്ക് ടോട്ടൽ ഫ്ലക്സ് ഫൈ ഈക്വൽ ടു ഈ പോർഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്ലക്സ് കിട്ടും, ഈ പോർഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് കിട്ടും, ഈ പോർഷനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് കിട്ടും. അങ്ങനെ ഈ 3 സർഫസും കൂടി ഇന്റഗ്രേറ്റ് ചെയ്താണ് നമുക്ക് ടോട്ടൽ ഫ്ലക്സ് കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ചെറിയ പോർഷനും കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ കോസ് 90 ആകുമ്പോൾ ഈ ടേമും ക്യാൻസൽ ആയി പോയി. ബാക്കിയുള്ളത് ആരാ? ഇത് മാത്രമേ ബാക്കിയുള്ളൂ. കഴിഞ്ഞ വായിച്ചോളൂ. ഇത്ര കഴിഞ്ഞില്ലേ? ബാക്കി ഫൈ ഈക്വൽ ടു ds1 മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ട് ടേമും എന്തായി ക്യാൻസൽ ആയി. ബാക്കിയുള്ളത് ക്ലോസ് ഇന്റഗ്രൽ ds1 ദാറ്റ്സ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ഫൈ ഈക്വൽ ടു ds1 ദാറ്റ്സ് ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0 കോസ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ബാക്കി അപ്പർ പോർഷനും ലോവർ പോർഷനും ക്യാൻസൽ ആയി പോയി. അതുകൊണ്ട് നമുക്ക് ആ ടേം മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് 0 അത് 90 ഡിഗ്രി ആയതുകൊണ്ടാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയത്. അതും സെയിം ഡയറക്ഷനിൽ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഈ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഈ ഔട്ട് സൈഡ് എടുക്കുക. ഇവിടുത്തെ ds എന്ന് പറയുന്നത് ഏരിയ നമ്മൾ കൺസിഡർ ചെയ്ത് എന്തായിരുന്നു? സിലിണ്ടർ ആയിരുന്നു. അപ്പൊ സിലിണ്ടറിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ സർക്കുലർ അല്ല, സിലിണ്ടറിന്റെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 2πrl. ഓക്കെ, ലെങ്ത് l. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? E2 ഇവിടുത്തെ സിലിണ്ടർ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 2πrl ഈക്വൽ ടു q ബൈ എപ്സിലോൺ 0. ഇനി നമ്മൾ പഠിച്ചു, നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്ത ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വയറായിരുന്നു. അപ്പൊ അവിടെ ഏത് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു വന്നത്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചു ക്യൂവിന് പകരം നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? ലാംഡ ഈക്വൽ ടു ക്യൂ ബൈ എൽ എന്ന് പഠിച്ചില്ലേ? അപ്പൊ ക്യൂവിന് പകരം നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം? ക്യൂ ഈക്വൽ ടു ലാംഡ എൽ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം തന്നെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പഠിപ്പിച്ചത്. ഇനി നമുക്ക് E ഇൻറ്റു 2πrl ഈക്വൽ ടു ലാംഡ എൽ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. നിങ്ങൾ എല്ലും ക്യാൻസൽ ചെയ്യാം. ഉള്ളത് E ഈക്വൽ ടു 1 ബൈ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് ചാർജ് വയർ. ഈ ഫൈനൽ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തോട്ടെ. E ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ 2πr എപ്സിലോൺ 0.